ഒരു ആൻറ്റിക് ഫോട്ടോ ഫ്രെയിം ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ ഇതുപോലെ. അത് നിങ്ങൾക്ക് വേണ്ട സൈസ്, ഇതിനേക്കാളും ചെറുതാവാം, ഇതിനേക്കാളും വലുതാവാം. അതിനുശേഷം ഇതുപോലെ വരച്ചെടുക്കുക. ദെൻ ഇതിന് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഓക്കെ, അതിനിതാ ഇതുപോലെ ലൈൻ ചെയ്താൽ മതി അതിലേക്ക്. അതായത് നമ്മളൊരു പ്ലസ് പോലെ ഒരു ലൈൻ ചെയ്താൽ നമുക്കതിൻ്റെ സെൻറ്ററും ഒക്കെ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ഫ്രെയിം ഡിസൈൻ അതിൽ വരച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ക്ലേ എടുക്കുക. ക്ലേ എടുത്തതിന് ശേഷം നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള അവിടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ക്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കുറച്ച് കറക്റ്റൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് പണിയാണ്, കാരണം നമ്മൾ ക്ലേ ചെറിയ ചെറിയ, അതായത് നേർത്ത രീതിയിൽ ആക്കിയിട്ട് വേണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റായിട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിമിന് ബ്ലാക്ക് കളർ കൊടുക്കുക. ഓക്കെ, ഒരു ആൻറ്റിക് ഗോൾഡൻ ടച്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് ലെയർ ബ്ലാക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുഴുവനായിട്ട് ബ്ലാക്ക് കൊടുത്താൽ അത് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പെയിൻറ്റിങ് വരയ്ക്കുക കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ് മാർക്കായിട്ടുള്ള ഒരു പെയിൻറ്റിങ് അതിൽ വരച്ചു കൊടുക്കുക. എൻ്റെ ട്രേഡ് മാർക്കായിട്ടുള്ള പെയിൻറ്റിങ് ആട്ടോ ഞാൻ അതിൽ കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു ടൈപ്പ് പിക്ചർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതെൻ്റെ റൂമിലാണല്ലോ ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പെയിൻറ്റിങ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ വരച്ചേക്കുന്നത്. ഇനിയിപ്പം പെയിൻറ്റിങ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് അതിനുള്ളിൽ വെച്ചാലും ഭയങ്കര സൂപ്പറായിരിക്കും അല്ലേ? സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കൊരു ആൻറ്റിക് ഫോട്ടോ ഫ്രെയിം കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ ഒരു പെയിൻറ്റിങ് ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ വരച്ചപ്പോൾ ഇതുപോലെ കിട്ടി. ഇപ്പം തന്നെ എന്തോ ഒരു ഭംഗി കാണുന്നില്ലേ? ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സിന് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റായി. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഗോൾഡൻ ടച്ച് കൊടുക്കണം. അതിന് ഞാൻ ഫാബ്രിക് പെയിൻ്റായിട്ട് ഗോൾഡൻ കളർ എടുത്തു. അതിന് ശേഷം ഈ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ ആ ഫിംഗർ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ സംഭവം ആൻറ്റിക് സ്റ്റൈലിൽ കിട്ടില്ല. സോ കൈ വിരൽ വെച്ചിട്ട് ഇതിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അതായത് നമുക്ക് മുഴുവനായിട്ട് ഗോൾഡൻ വേണ്ട, കുറച്ച് ബ്ലാക്കിൽ കുറച്ച് ഗോൾഡൻ. സോ കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. സൂപ്പറായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ ആൻറ്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു എന്ന് പറയാനായില്ല. നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ട്. ഒന്നെങ്കിൽ കംപ്ലീറ്റായി വാർണിഷ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഡ്രസ്സിങ് കൊടുക്കുക. അപ്പോൾ സൂപ്പറാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.